ഹലോ ഫ്രണ്ട്സ്. ഇന്നിപ്പോൾ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ് കേട്ടോ. രഘുവരനാണ്. എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള പുള്ളിയുടെ എന്താ പഴയ കാലത്തെ പടങ്ങൾ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഹിറ്റ് പടങ്ങൾ കുറച്ച് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പുള്ളിയുടെ ഒരു നടപ്പ്, പുള്ളിയുടെ ചിരി, അതൊക്കെ ഭയങ്കര അത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാലും നമ്മളത് ഓർത്തിരിക്കും. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് പുള്ളിയുടെ ആ ഒരു സ്മൈൽ, ഒരു സിനിമയിൽ ശരിക്കൊരു നമുക്കൊരു ഭാഷയിൽ ആ ആൻ്റണി എന്നുള്ള കഥാപാത്രമൊക്കെ മനസ്സിൽ എവിടെയൊക്കെയോ നല്ലോണം പതിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡ്യൂഷൻ നിന്നാണ്. പിന്നെ മെയിനായിട്ട് നമ്മുടെ എന്താ പറയുക, പ്രാർത്ഥന അല്ലേ, അത് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഏത് ഫീൽഡായാലും പ്രാക്ടീസ് കമ്പൽസറി ആയിട്ടും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം അതിലൂടെ മാത്രമേ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു ഡ്രീമായാലും ഇല്ലെങ്കിൽ നമ്മുടെ പാഷനോ എന്തായാലും നമ്മളിലേക്ക് എത്തിപ്പെടാൻ ചാൻസ്, ഷോർട്ട് കട്ട് അത് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത്. പ്രാക്ടീസ് ചെയ്യുക ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഇഷ്ടം പോലെ നേരം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക. കുറച്ച് നേരം ഉറക്കം ഒഴിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ നമ്മളത് എത്തണം, നമ്മളാ സ്ഥാനത്ത് എത്തണം. നമ്മളാ ഒരു എന്താ പറയുക, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ആ സ്ഥലത്തെത്തി, അല്ലെങ്കിൽ നമ്മളാ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തെന്ന് നമ്മുടെ ഉള്ളിൽ വിശ്വസിപ്പിക്കുക. അതാണ് വേണ്ടത് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറേ കൂടി നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ ഡ്രീം നമ്മൾക്ക് തൊടാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഫീല് വരുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഈ പ്രാക്ടീസ് എന്നുള്ളത് ഉണ്ടല്ലോ, എല്ലാ ദിവസവും ചെയ്യുന്നത്, അതൊരു ഹാബിറ്റ് പോലെ ആവണം എന്നാണ് ഞാനിങ്ങനെ പറയണത്. കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറയണത്. അതായത് നമ്മൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ രാവിലെ എന്നിട്ട് പല്ല് തേക്കുകയും ഫ്രഷ് ആവുകയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ പ്രാക്ടീസും സ്ഥിരമായിട്ട് ഡെയിലി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും വരുന്നത്. കുറച്ച് ടൈം അത് സ്പെൻഡ് ചെയ്താൽ പോലും ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും വരുന്നത്. പക്ഷേ ഒരു 6 മാസത്തോളം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമുക്കതൊരു എന്താ പറയുക, നമ്മൾ ദിനചര്യയായിട്ട് മാറുമെന്നാണ് ഞാൻ പറയണത്. അത് ഒരു ദിവസം ചെയ്യാണ്ടിരുന്ന് ഭയങ്കര ഒരു ഇറിറ്റേഷൻ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ വരും. അപ്പോൾ ഞാൻ നമ്മൾ അങ്ങനെ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ എത്തിക്കണം എന്നാണ് ഞാൻ പറയണത്. അതിനാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാവരും അതിനു വേണ്ടിയാണ് ട്രൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയണത്. അത് നമ്മൾ ഫുള്ളി അതിൽ ഇൻവോൾവ് ആയിരിക്കണം എന്നാണ് ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞത് കേട്ടോ. നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സെൽഫ് കെയർ, ഇല്ലെങ്കിൽ സെൽഫ് ലവ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വരും. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മാത്രമായിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ള ഇത് ഉള്ളിലിങ്ങനെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ വർക്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ലിവിങ് സ്റ്റൈല്, എല്ലാത്തിലും അത് ചെറുതായിട്ട് അത് ബാധിക്കും. എന്ന് പറഞ്ഞാൽ നല്ല പോസിറ്റീവായിട്ട് തന്നെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നതേ, നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെറുതായിട്ട് നമ്മൾ കാണണം, അല്ലെങ്കിൽ നമ്മൾ ഇൻവോൾവ് ആയിരിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, എനിക്ക് ഷോർട്ട് ഫിലിംസ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ യൂട്യൂബിൽ. പിന്നെ അതുകൂടാതെ ഫിലിംസുകൾ, പിന്നെ പുതിയ പഴയത് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഫിലിംസ് എൻ്റർടൈൻമെൻറ്റാണ്. പിന്നെ കഥ കേൾക്കുന്ന കുറേ ചാനലുകളുണ്ട്, ഇങ്ങനെ ഈ സ്ക്രിപ്റ്റുകളും കഥകളൊക്കെ വായിക്കുന്നത്, അത് ഞാൻ കുറേ കേൾക്കാറുണ്ട്. നമുക്ക് അതിൽ ഭയങ്കര എൻ്റർടൈൻഡ് ആവണം ഞാൻ ശരിക്കും പറഞ്ഞാൽ. എനിക്ക് എല്ലാവർക്കും ഒരേപോലെ ആയിക്കണമെന്നില്ല, ഓരോ വ്യക്തിക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും വരുന്നത്. പക്ഷേ അത് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പ്രോത്സാഹിപ്പിക്കുക, നമ്മുടെ കൂടെ തന്നെ നിർത്തുക. നമ്മുടെ ഒരു റിക്വയർമെൻറ്റായിട്ട് അത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറയണം കേട്ടോ. അതുകൊണ്ട് നമ്മുടെ മൂഡ് സെറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നല്ല ഒരു ഹാപ്പി മൂഡായിരിക്കും ചില സമയം അത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഈ ക്രൈം സ്റ്റോറീസുകളൊക്കെ എന്താ പറയുക, ഞാനിങ്ങനെ കേൾക്കാറുണ്ട് യൂട്യൂബിൽ നിന്ന് തന്നെ. അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കേൾക്കുമ്പോൾ, ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ അത് ഓരോരുത്തരുടെ ഇതാണ് കേട്ടോ. ഞാൻ ആലോചിക്കാറുണ്ട്, അതേപോലെ ഒരു കഥയൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്താൽ എന്താണെന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയണ വെച്ചാൽ, നമുക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ. സോ നമ്മൾ എന്താ പറയുക, ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് നടക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ
നമ്മളെന്തായാലും ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫസ്റ്റ് ഒന്ന് നമ്മുടെ പാസ്റ്റ്, പിന്നെ പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് 80% ആൾക്കാരോളം പാസ്റ്റ് അവർ ഇൻബിൽഡായിട്ട് കൊണ്ടു കിടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ വരുന്ന 80% ആൾക്കാരും ഈ പാസ്റ്റ് നമ്മുടെ കൂടെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകും തോറും നമുക്കും എപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും. കാരണം പാസ്റ്റ് നല്ലതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫ് ബാക്കിലേക്ക് വലിക്കും. അതങ്ങനെയാണത്. നമുക്കങ്ങനെ പെട്ടെന്ന് എടുത്ത് കളയാനും പറ്റില്ല. കാരണം വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ അയക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒന്നും ചെയ്യാനും പറ്റില്ല. അത് കൊണ്ടു നടക്കുക എന്നുള്ള മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ ചിലരെന്ന് പറഞ്ഞാൽ പ്രസൻറ്റിൽ ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് അപൂർവം ആൾക്കാർ മാത്രമേ ഉള്ളൂ പ്രസൻറ്റിൽ ജീവിക്കുന്നത്. പിന്നെ ഫ്യൂച്ചറിൽ എന്താവുമെന്ന് പേടിച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്, അല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പാസ്റ്റിൻ്റെ ഒരു എന്താ പറയുക, അതിന് ഇൻബിൽഡായിട്ട് ഇങ്ങനെ ലോക്കായി കിടക്കുന്ന ആൾക്കാരാണ് ഞാനൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്നോ ഇല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഓർമ്മകളിൽ ഇല്ലെങ്കിൽ തോട്ട്സിൽ ഒന്നും എടുത്ത് കളയാൻ പറ്റില്ല. അത് ഇൻബിൽഡായിട്ട് ഇരിക്കണതാണ്. അപ്പോൾ നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യം വെച്ചാൽ നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാനിപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹാബിറ്റ്സ്, എന്തെങ്കിലും നല്ലൊരു ഹാബിറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ പറയണത്. നമ്മൾ ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ കുറേ നാൾ ആഗ്രഹിച്ച് കിടന്നാണ് ഇതിങ്ങനത്തെ ചെയ്യണം, ഇങ്ങനെ കുറച്ച് നാൾ ചെയ്താൽ സമാധാനം ഉണ്ടാവും, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരിതുണ്ടാവും. കുറച്ച് മ്യൂസിക് പഠിച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുറച്ച് ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്നതുണ്ടാവും ചിലർക്ക് എന്നെപ്പോലെ വരയ്ക്കുമ്പോഴായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇതിലേക്ക് കണക്ട് ചെയ്ത് ആ സമയം അതിലേക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫ്യൂച്ചറിലൊരു നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ടാകാം. അതുകൂടാതെ മറ്റേതിന് പതുക്കെ റിലീഫ് ആവുകയും ചെയ്യും പാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ബി എ പേഴ്സൺ യു ഓൾവേസ് വാണ്ട് ടു ബി. അതാണ് നമ്മൾ എപ്പോഴും തിങ്ക് ചെയ്യേണ്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മറ്റൊരാളുടെ അല്ല, നമ്മൾക്ക് ഇഷ്ടമുള്ള, നമ്മൾക്ക് ആഗ്രഹമുള്ള പോലെ തന്നെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ചെറിയൊരു ലൈഫാണ്. അതിൽ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്ന ടൈമും വളരെ കുറവുമാണ്, അല്ലേ? അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഓട്ടവും ചാട്ടവും, പിന്നെ അതുകൂടാതെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഫാമിലിക്ക് വേണ്ടിയായാലും സൊസൈറ്റിക്ക് വേണ്ടിയായാലും ഓരോ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും അത് ഫസ്റ്റ് ഒരു തോട്ട് ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ലൈഫ് സ്പാൻ അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറയണത്. ഒരു ഘട്ടം കഴിയുമ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലാവുകയെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പടം ഏകദേശം ഒതുങ്ങാറായി എന്ന് എനിക്ക് തോന്നുന്നു. പഴയ രഘുവരനാണ് കേട്ടോ. പുതിയ ഒരു സ്പെക്സൊക്കെ വെച്ച് കുറച്ച് പ്രായമുള്ളതല്ല, പഴയ ഒരു രഘുവരൻ്റെ ഒരു ഇതാണ്. നമ്മുടെ എന്താ പറയുക, കസ്റ്റംസ് ഓഫീസറൊക്കെ ആയിട്ടൊരു മലയാള സിനിമ ഉണ്ടായിരുന്നു. ആ ടൈമിലുള്ള ഒരു രഘുവരൻ്റെയൊക്കെ ഒരു ഫോട്ടോ പോലെ എനിക്ക് തോന്നണം. അത് കിട്ടിയപ്പോൾ കുറച്ചും കൂടി ഷെയ്ഡിങ് ഉണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചായക്കടയിൽ കയറിയപ്പോൾ അവിടെ ഒരു ഭയങ്കര വൃദ്ധനായ ഒരു പുള്ളിയാണ്, ഒരു പ്രായമുള്ള പുള്ളിയാണ്, ചേട്ടനാണ് ചായ അടിക്കണത്. അപ്പോൾ അയാളുടെ ഒരു ഫ്രണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് അയാൾ ചായക്കടയിലേക്ക് വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അയാളും ഭയങ്കര പ്രായമായ പുള്ളി തന്നെയാണ് കേട്ടോ. ആ പുള്ളി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇയാൾ ഭയങ്കര ചാടി സന്തോഷത്തോടെ സ്വീകരിച്ച്. അപ്പോൾ ഞാനിത് ചായ കുടിച്ചിട്ട് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണതാണ്. അപ്പോൾ അറിയാതെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ വേഗം തന്നെ ഒരാൾ പറഞ്ഞ്, നീ എന്താണ് പുറത്തേക്ക് വരാത്തതെന്ന് ചോദിച്ചു. വീട്ടിൽ തന്നെയാണോ എന്ന് എപ്പോഴും എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ പുറത്തേക്ക് വരാറില്ല, വന്നിട്ട് എന്തിനാണ്, ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ സമയമാകുമ്പോൾ അങ്ങ് പോകണം. അത് നല്ല പ്രായമായ ആൾക്കാരുണ്ടാവും, നല്ല പ്രായം എന്ന് പറഞ്ഞാൽ നല്ല പ്രായമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് അങ്ങനെ നടക്കാനൊന്നും വയ്യ, ഞാൻ പുറത്തേക്ക് ഇറങ്ങണില്ല എന്ന് പറഞ്ഞു. അപ്പം മറ്റേയാളും പുള്ളിയുടെ തന്നെ പ്രായമാണ്. അപ്പോൾ പുള്ളി പറയണത്, എടാ ഞാനിപ്പോഴും വർക്ക് ചെയ്യണതാണ്, നീ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ അടുത്ത് വന്നിട്ട് അവനൊരു ചായ കൊടുത്ത്. അപ്പോൾ ശരി, എനിക്ക് ഒരു കൂട്ടുകാരന്മാരായിരിക്കാം, കളിക്കൂട്ടുകാരന്മാരായിരിക്കാം എന്ന് എനിക്ക് തോന്നണം ഒരു പക്ഷേ. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി, ഭയങ്കര ഒരു വിഷമം തോന്നി. കാരണം അവർ സെയിം ഏജ്, ഒരാൾ വീട്ടിൽ ഒതുങ്ങിയിരിക്കണ്, മറ്റൊരാൾ ഇപ്പോഴും വർക്ക് ചെയ്യണം. ഓക്കെ, നമ്മളിത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.
ബൈ, ടേക്ക് കെയർ.